വെൽക്കം ടു മോൾമാത്തീസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് പലരും ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നല്ല തനി നാടൻ കോഴിക്കറി, നല്ല ഫ്രഷ് തേങ്ങ പൊതിച്ച് തേങ്ങാപ്പാലൊക്കെ എടുത്ത് മസാലയൊക്കെ മൂപ്പിച്ച് പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അമ്മച്ചിമാരൊക്കെ വെക്കുന്ന പോലത്തെ അടിപൊളി ഒരു കോഴിക്കറി. അപ്പോൾ നമുക്ക് തുടങ്ങാം. സവോള ആയോ നോക്കാം. ഒരുപാട് വലിപ്പമില്ല. ഒരു നാടൻ പൂവനെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിയെ കുക്ക് ചെയ്യുമ്പം അതിൻ്റെ പപ്പൊക്കെ പറിച്ച് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കഴുകുക, പിന്നെ നുറുക്കി കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ കഴുകിയാൽ മതിയാവും. ഒരു തേങ്ങ ചിരണ്ടിയെടുത്ത് പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാലാണ് ഇത്. 3-ാം പാല്, 2-ാം പാല്, 1-ാം പാല്. ഇവിടെ ക്യാനിൽ തേങ്ങാപ്പാൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് നാടൻ കോഴിയെ കറി വെച്ചാൽ നാടൻ കോഴി ആയിരിക്കത്തില്ല കേട്ടോ, ക്യാൻ കോഴിയായിരിക്കും. വെളിച്ചെണ്ണ, വിനാഗിരി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, 2 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വലിയ കഷ്ണം, വെളുത്തുള്ളി ഏറെ എടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ്, 2 സവാള എടുത്തിട്ടുണ്ട് വലുത്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് പറിച്ചതാണ്. അത് ഉള്ളിയുടെ പരുവം കഴിയുകയും ചെയ്തു, സവാള ആയിട്ടുമില്ല. ഇനിമേ നമുക്ക് ചേർക്കാം. പച്ചമുളക്, കറിവേപ്പില, കടുക്, 2 സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത്. നമുക്ക് നാടൻ കോഴിയെ മൺചട്ടിയിൽ തന്നെ കറി വെക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മസാല ഒന്ന് മൂപ്പിച്ച് അരച്ചെടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, 1 കിലോയ്ക്ക് 4 സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടിയും എന്ന കണക്കിലാണ് ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും 1 കിലോയ്ക്ക് 1/2 സ്പൂൺ കണക്കാക്കി എടുത്താൽ മതിയാവും. കുരുമുളക് പൊടി 1 കിലോയ്ക്ക് 1/2 സ്പൂൺ. ഇതിലേക്ക് 2 സ്പൂൺ തേങ്ങ മാത്രം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. മൺചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. സവാള പെട്ടെന്ന് മരിഞ്ഞു വരട്ടെ.
കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. വെളുത്തുള്ളി ചേർക്കാം. പച്ചമുളക് എരിവിൻ്റെ പാകത്തിന് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർക്കാം. വറുത്തരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. തേങ്ങ വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ തേങ്ങ കൂടുതൽ ചേർക്കണം. ഇപ്പം നമ്മൾ തേങ്ങ വറുത്തരച്ചല്ലേ വെക്കുന്നത്, മസാല വറുത്തരച്ച് വെക്കുന്നത്. അതുകൊണ്ട് 2 സ്പൂൺ തേങ്ങ ചേർത്തിട്ടുള്ളൂ. മസാല മൂപ്പിച്ച് വറുത്തതായതുകൊണ്ട് ഇനി മസാല അധികം മൂക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇറച്ചിയിടാം. ഇതിലേക്ക് 3-ാം പാൽ ഒഴിക്കാം. ഇറച്ചി 3-ാം പാലിലാണ് വേവേണ്ടത്. തേങ്ങാക്കൊത്ത് ഉരുളക്കിഴങ്ങ് ഒരു കുറച്ച് കഴിഞ്ഞിട്ടാൽ മതി. നാടൻ കോഴി ആയതുകൊണ്ട് വേവുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇറച്ചി നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടി ഇതിലേക്കൊരു 1.5 സ്പൂൺ വിനാഗിരി കൂടി ഒഴിക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. രണ്ടാം പാൽ ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇതൊന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. ഇറച്ചി വെന്തിട്ടുണ്ട്. പൊട്ടറ്റോയും തേങ്ങാക്കത്തും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കാം. ഗരം മസാലയോ കുരുമുളക് പൊടിയോ കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിതിലേക്ക് 1-ാം പാൽ ചേർക്കാൻ പോവാം. 1-ാം പാൽ ചേർത്ത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് സൈഡിൽ കൂടെ തിള വരുമ്പോഴേ ഓഫ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യുവാണ്. കടുക് പൊട്ടിച്ച് മേലിടാം. കടുക് പൊട്ടിക്കാനായിട്ട് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക്, ചെറിയുള്ളി ചേർക്കാം.
കറിവേപ്പില ചേർക്കാം. അപ്പോൾ നമ്മുടെ നാടൻ പൂവൻ കോഴി മസാല വറുത്തരച്ച് കറി വെച്ചത് നമ്മുടെ നാട്ടിലെ അമ്മച്ചിമാരൊക്കെ പണ്ട് വെച്ചിരുന്നത് പോലെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.